ഹായ് സുഹൃത്തുക്കളെ, മറ്റന്നാൾ SSLCയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയാണ്. എല്ലാവരും വളരെ ടെൻഷനിലായിരിക്കുമെന്ന് തോന്നുന്നു. ആരും ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും വിജയിക്കും, എല്ലാവർക്കും അലോട്ട്മെന്റും ലഭിക്കും. അതുകൊണ്ട് ടെൻഷനൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഈ വർഷം SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇതുപോലെയുള്ള ഇൻഫർമേഷൻ വീഡിയോസ് ഇനിയും ഈ ചാനലിലൂടെ വരുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദവുമാണ്. SSLCയുടെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റിസൾട്ടിന്റെ ഒരു പ്രിന്റ് നമ്മൾ എടുത്ത് സൂക്ഷിക്കുക. അതിനുശേഷം ഗവൺമെന്റ് ഓർഡർ വരുന്നതനുസരിച്ച് ഏകജാലക സൈറ്റ് വഴി നമ്മൾ +1 അല്ലെങ്കിൽ VHSCക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +1 അല്ലെങ്കിൽ VHSCക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ്? ഒന്ന്, ആധാർ കാർഡ്, അതുപോലെ ഈ റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട്, പിന്നെ നമുക്ക് ഒരു മൊബൈൽ വേണം. മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സാധാരണ രീതിയിൽ ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട പ്രധാനപ്പെട്ട സംഗതികൾ ഇതൊക്കെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ NCC, NSS അല്ലെങ്കിൽ റെഡ് ക്രോസ് ഇതുപോലെയുള്ള മെറിറ്റ് കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എത്രയും വേഗം സ്കൂളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വാങ്ങിവെക്കുക. കാരണം അപ്ലൈ ചെയ്യുന്ന സന്ദർഭത്തിൽ NSS, NCC കോളങ്ങൾ ടിക്ക് ചെയ്താൽ തൊട്ടടുത്ത പേജിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ സർട്ടിഫിക്കറ്റിലുള്ള രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ റാങ്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ നേരത്തെ തന്നെ സ്കൂളിൽ നിന്നും വാങ്ങിവെക്കുക. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ അപ്ലൈ ചെയ്യുന്നത് ഏതെങ്കിലും അക്ഷയ സെന്റർ വഴിയാണ് ചെയ്യാറുള്ളത്. അഥവാ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നവർ വീട്ടിലുണ്ട് എങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ തെറ്റുകൾ വരാതെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. നമ്മുടെ പേര്, അതുപോലെ മൊബൈൽ നമ്പർ എന്നിവ തെറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് തിരുത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് അക്ഷയ സെന്ററിൽ നിന്നും ഒരു ഡാറ്റ ഫോം നമുക്ക് നൽകും. അതിൽ നമ്മളുടെ മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ രേഖപ്പെടുത്തി കൊടുത്താൽ അവർക്കത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ പേര്, രജിസ്ട്രേഷൻ നമ്പർ, പഠിച്ച സ്കൂളിൻ്റെ കോഡ്, അതുപോലെ നമ്മുടെ ആധാർ നമ്പർ, പിന്നെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ സ്കൂളുകളുടെ കോഡ്, പോലെ കോഴ്സുകളുടെ കോഡ്. ഈ സ്കൂൾ കോഡും കോഴ്സ് കോഡും നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? അത് സാധാരണ രീതിയിൽ അക്ഷയ സെന്ററുകളിൽ അവർ പ്രിന്റ് എടുത്ത് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി നൽകുന്നതാണ്. നമുക്ക് ചെന്നാൽ നമുക്ക് മാത്രമായിട്ടൊരു പ്രിന്റ് എടുത്ത് അതിൽ നോക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിന്റെ 7548 ഒരു സ്കൂളിന്റെ കോഡാണ് എങ്കിൽ അത് ആ സ്കൂളിന്റെ കോഡാണ് നമ്മൾ ആ ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തുന്നത്. ഒരിക്കലും സ്കൂളിന്റെ പേര് നമ്മൾ വയ്ക്കുന്നില്ല. നമ്മൾ ഒന്നാമതായി അപ്ലൈ ചെയ്യുന്നത് 7542, രണ്ടാമതായി 7567, ഇങ്ങനെ ഓരോ സ്കൂളിന്റെ കോഡ്. ഒന്നാമത്തെ ചോയ്സ് ഏതാണോ, രണ്ടാമത്തെ ചോയ്സ് ഏതാണോ, മൂന്നാമത്തെ ചോയ്സ് ഏതാണോ അത് ക്രമത്തിൽ നമ്മൾ കൊടുക്കുക. ഏറ്റവും പ്രയോറിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകൾ ആദ്യം വയ്ക്കുന്നു. അതുപോലെ തന്നെ ഓരോ കോഴ്സിനും ഓരോ കോഡുണ്ട്. 1, 2, 3 എന്ന ഒരു കോഡ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ 1 സാധാരണ ബയോളജി സയൻസിന് 1 കോഡ് വരുന്നത്. അതുപോലെയുള്ള ഓരോ കോഴ്സിനും ഓരോ കോഡുകളുണ്ട്. അത് അക്ഷയ സെന്ററിൽ നിന്നും നിങ്ങൾ നോക്കി ആ ഡാറ്റ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്ന സ്കൂളിൽ ഇന്ന കോഴ്സ്, ഇന്ന സ്കൂളിൽ ഇന്ന കോഴ്സ്. ഒരു സ്കൂളിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ കോഴ്സിന് അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഓരോ സ്കൂളിലും നമുക്ക് എത്ര കോഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് തൊട്ടടുത്ത സ്കൂള്, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂള്, അതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. കോഴ്സുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുക. നമുക്ക് A+, 2, 3 A+ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാ സ്കൂളിലും നമ്മൾ ബയോളജി സയൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകൾ കൊടുക്കുക കൂടുതലായിട്ട്. അല്ലാതെ എല്ലാ A+ ഉള്ള കുട്ടികൾ വെക്കുന്നത് പോലെ കോഴ്സുകളുടെ പേര് വെക്കുമ്പോൾ ഇപ്പോൾ നമ്പർ 1 ബയോളജി സയൻസ്, അല്ലെങ്കിൽ നമ്പർ 5 കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ
നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 A+ ഉള്ളൂ അല്ലെങ്കിൽ 4 ഉള്ളൂ. അങ്ങനെ A+ന്റെ ഒക്കെ കണക്കനുസരിച്ച്, മാർക്കിന്റെ പെർസെൻറ്റേജിന്റെ കണക്കനുസരിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകൾക്ക് നമ്മൾ വയ്ക്കുക. നമുക്ക് മാർക്ക് കുറവാണ്, പക്ഷെ നമ്മളെല്ലാ ബയോളജി സയൻസ് വെച്ചു, കുറേ സ്കൂളുകൾ വെച്ചു, പക്ഷെ എന്നിട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് പരാതി പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സന്ദർഭത്തിൽ NCC, NSS, റെഡ് ക്രോസ് പോലെയുള്ള കോളങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും തൊട്ടടുത്ത പേജിൽ. അങ്ങനെ ചോദിക്കുമ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ആ സർട്ടിഫിക്കറ്റിലുള്ള രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ C അല്ലെങ്കിൽ B അല്ലെങ്കിൽ A പോലെയുള്ള റാങ്ക് കൊടുത്തിട്ടുണ്ടാവും, ആ റാങ്കിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. സ്റ്റേറ്റ് സിലബസ് SSLC പഠിച്ച കുട്ടികളാണെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിയുമ്പോൾ തന്നെ മാർക്കിന്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് കയറി വരുന്നതാണ്. അതുപോലെ അവരുടെ പേര്, അഡ്രസ്സ്, മറ്റെല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക് ഗവൺമെന്റ് ഡാറ്റയിൽ നിന്നും കമ്പ്യൂട്ടറിൽ കാണിക്കുന്നതാണ്. അതേസമയം CBSE പഠിച്ച കുട്ടികളാണെങ്കിൽ, CBSE ആണെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ, എല്ലാം പേര്, ഇതെല്ലാം മാനുവലായിട്ട് നമ്മൾ അടിച്ചു കൊടുത്ത് ചേർക്കേണ്ടതാണ് കമ്പ്യൂട്ടറിൽ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. സ്കൂൾ കോഡ് ചോദിക്കുമ്പോൾ CBSE സ്കൂളിന്റെ ലിസ്റ്റ് അതിൽ കാണണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? അതർന്ന് കൊടുത്താൽ മതിയാകും. അതേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതിയാവും. അല്ലാത്ത കുട്ടികൾ പഠിച്ച സ്കൂളിന്റെ കോഡ് ചോദിക്കുന്നിടത്ത് പഠിച്ച സ്കൂളിന്റെ കോഡ് തന്നെ കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ഫില്ലപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഫൈനൽ സബ്മിറ്റ് കൊടുക്കാവൂ. എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത് വെക്കുക ഡാറ്റ. അതിനുശേഷം എല്ലാം ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ആണോ, നമ്മുടെ കൊടുത്തിരിക്കുന്ന സ്കൂളുകളുടെ കോഡ് കറക്റ്റ് ആണോ, ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കാവൂ. ഫൈനൽ സബ്മിറ്റ് കൊടുത്താൽ നമുക്കൊരു പ്രിന്റ് ഔട്ട് ലഭിക്കുന്നതാണ്. ആ പ്രിന്റ് ഔട്ടിൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും, ഒരു നീണ്ട നമ്പറാണ്, 10 അക്ക നമ്പർ ആയിരിക്കും. ആ നമ്പർ, ആ പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ ആ നമ്പർ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ആ നമ്പറും നമുക്കൊരു പാസ്വേഡ് ഉണ്ടാകും. ആ പാസ്വേഡ് ഉൾപ്പെടെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നീട് അലോട്ട്മെന്റ് വരുമ്പോൾ ലോഗിൻ ചെയ്ത് കയറിയിട്ടാണ് നമ്മൾ അലോട്ട്മെന്റ് പരിശോധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ അലോട്ട്മെന്റ് വന്നു. ഒന്നാമത്തെ അലോട്ട്മെന്റിൽ നമുക്കില്ല എങ്കിൽ നമുക്ക് കോഴ്സുകൾ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുക, അറേഞ്ച് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക രണ്ടാമത്തെ അലോട്ട്മെന്റിലേക്ക്. ഒന്നാമത്തെ അലോട്ട്മെന്റിൽ സാധാരണ മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്കാണ് കിട്ടുന്നത്. കാരണം ഇതെല്ലാം കമ്പ്യൂട്ടറാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആ സീനിയോറിറ്റി അനുസരിച്ചാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ വന്നില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അഡ്മിഷൻ ഗവൺമെന്റ് തരുന്നതാണ്. അപ്പൊ അത് നമുക്ക് അടുത്ത അലോട്ട്മെന്റിലേക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ നമുക്കൊരു 4-മത്തെയോ 5-മത്തെയോ ഓപ്ഷനാണ് കിട്ടിയത്. നമുക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ല, അതിലും മുൻപുള്ള 1-മത്തെ 2-മത്തെ സ്കൂളിലേക്ക് നമുക്ക് കിട്ടണമെന്ന് ഉണ്ട് എങ്കിൽ നമ്മൾ താൽക്കാലികമായി അവിടെ അഡ്മിഷൻ നേടണം. അതിന് അക്ഷയ സെന്ററിൽ ചെന്നിട്ട് ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ലോഗിൻ ചെയ്തതിനു ശേഷം ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രിന്റ് എടുത്ത് നമ്മൾ സൂക്ഷിച്ചാൽ മതി. അത് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കണമെന്നില്ല. എന്നിട്ട് അടുത്ത അലോട്ട്മെന്റിന് നമ്മൾ കാത്തിരിക്കുക. വീണ്ടും നമുക്ക് ഉദ്ദേശിച്ച സ്കൂൾ തന്നെ കിട്ടിയില്ല എങ്കിൽ വീണ്ടും നമ്മൾ ടെമ്പററി അഡ്മിഷൻ കൊടുക്കാം. അങ്ങനെ അവസാനം വരെ, ഫൈനൽ അലോട്ട്മെന്റ് വരെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കും. അതേസമയം നമുക്ക് 1-മത്തെ ഓപ്ഷനാണ് ആദ്യത്തിൽ തന്നെ കിട്ടിയത് എങ്കിൽ പിന്നെ അവിടെ മറ്റ് ചോയ്സ് ഒന്നുമില്ല. നമ്മൾ നിർബന്ധമായിട്ടും പെർമനന്റ് ആയിട്ട് ആ സ്കൂളിൽ ചേർന്നേ പറ്റൂ. ഇപ്പൊ നമ്മൾ 1-മത് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്കൂളിന്റെ പേര് 1-മത് അല്ലെങ്കിൽ സ്കൂൾ കോഡ് 1-മത് കൊടുത്തു. ആ സ്കൂളിൽ നമുക്ക് ആദ്യത്തെ അലോട്ട്മെന്റിൽ തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഫൈനൽ, അതായത് പെർമനന്റ് അഡ്മിഷൻ നേടിയതായിട്ട് സബ്മിറ്റ് കൊടുത്തിട്ട് അതിന്റെ പ്രിന്റ് എടുത്ത് ആ സ്കൂളിൽ ചെന്ന് നമ്മൾ ചേർന്നേ മതിയാകൂ. പിന്നെ അവിടെ മാറ്റാനുള്ള ഒരു ചോയ്സ് നമുക്ക് ലഭ്യമല്ല. 1അല്ലാത്ത 2, 3, 4 അങ്ങനെയുള്ള ചോയ്സിൽ അലോട്ട്മെന്റ് കിട്ടുമ്പോഴാണ് നമുക്ക് വീണ്ടും അടുത്ത ചോയ്സിലേക്ക് മാറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാനുള്ള അവകാശമുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും +1ന്റെ കാര്യത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. അവരും കണ്ട് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഇതുപോലെയുള്ള +1ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി.